ഇവിടെ എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു ഡെസ്പറേറ്റ് ആയൊരു പൊളിറ്റിക്കൽ തന്ത്രം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാടിന് വേണ്ടി ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് റെയിൽവേ പ്രോജക്റ്റ്, ഹൈവേ പ്രോജക്റ്റ്, ഇതെല്ലാം ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പ്രോജക്റ്റാണ്. എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷുക്കൂർ, രാവിലെ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണമാണത്. വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുണ്ടായത്. എന്നാൽ NDA നേതൃത്വത്തിന് പോലും നിരാശ നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. യാതൊരു പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടാവുകയും ചെയ്തില്ല. നോക്കൂ, ഇവിടെ കേരളത്തോടുള്ള ശത്രുതാപരമായ സമീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പായിട്ട് പോലും യാതൊന്നും കൊടുക്കേണ്ടതില്ല എന്ന സമീപനം തുടരുകയാണോ കേന്ദ്രം? ദിവ്യ, കേവലം പ്രചാരണം മാത്രമാണ് വികസന പദ്ധതികളുടെ കാര്യത്തിൽ കേരളത്തിലെങ്കിലും നടക്കുന്നത് എന്ന് ഇന്ന് ജനങ്ങൾക്ക് കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. കേവലം 4 മണിക്കൂർ നീണ്ട ഒരു സന്ദർശനമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയത്. രാവിലെ 11:30 അദ്ദേഹം നെടുമ്പാശ്ശേരി എത്തുന്നു. 4 പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നു. അതിനുശേഷം കൃത്യം 4 മണിക്കൂർ ശേഷം 3:30 അദ്ദേഹം മടങ്ങുന്നു. അതായത് ധീവരസഭയുടെ ഒരു പരിപാടിയിലാണ് ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്നത്. അവിടെ അദ്ദേഹം ഒരു പ്രഖ്യാപനവും നടത്തുന്നില്ല. പിന്നെ അദ്ദേഹം പങ്കെടുക്കുന്നത് കേവലം 100 മീറ്റർ നീളുന്ന ഒരു BJPയുടെ റോഡ് ഷോയിലാണ്. അത് കഴിഞ്ഞ് കേന്ദ്ര പദ്ധതികളുടേതെന്ന് പറയുന്ന 10,800 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനം എന്ന പേരിലുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം NDAയുടെ ഒരു റാലിയിലും പങ്കെടുക്കുന്നു. ഈ പരിപാടിയിലെല്ലാം തന്നെ ഇതിൻ്റെ ഹൈലൈറ്റായി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പ്രഖ്യാപിച്ചത് 10,800 കോടി രൂപയുടെ പദ്ധതി കേരളത്തിനായി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് ദിനപത്രങ്ങളിലെല്ലാം മുഴുനീള പേജ് പരസ്യം കൊടുത്ത് നടത്തിയ ഈ പരിപാടിയിൽ എല്ലാം തന്നെ നേരത്തെ പൂർത്തിയായതോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ പരിപാടികളാണ്. 10,800 കോടി രൂപ എന്നുള്ളത് ഒരു കൺകെട്ട് വിദ്യ എന്ന പോലെയുള്ള ഒരു എഴുതി ചേർത്ത ഒരു പരിപാടി നടത്തി ഉദ്ഘാടനം മഹാമഹം നടത്തി അദ്ദേഹം പോവുകയാണ് ചെയ്തത്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ കേരളം ആഗ്രഹിക്കുന്ന എയിംസ് അടക്കമുള്ള പദ്ധതികളെക്കുറിച്ച് ഒന്നും പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കേരളത്തെക്കുറിച്ച് BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യാനം, അത് കേരളത്തിൽ ഇവിടെ തീവ്രവാദമുണ്ട്, ഒപ്പം തന്നെ ഇവിടെ ഹിന്ദുത്വത്തിന് കടന്നു വരേണ്ടതുണ്ട്, മറ്റൊന്നും ഇവിടെ വികസനമില്ല. ഈ 3 കാര്യങ്ങളിൽ ഊന്നിയുള്ള ഒരു പ്രചരണമാണ് ഈ 4 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി നടത്താൻ ശ്രമിച്ചത്. കോൺഗ്രസിനെ MMC, അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി ചേർത്ത് ഇടതുപക്ഷത്തെ പോലെ തന്നെ UDFനെ ആക്ഷേപിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അതായത് യുദ്ധം പോലെയുള്ള വിഷമകരമായ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനും തനിക്കെതിരെ റീൽസ് ഉണ്ടാക്കാനുമാണ് കോൺഗ്രസും അതുപോലെ തന്നെ CPM ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലെ NDA നേതൃത്വത്തിന് തന്നെയല്ലേ? കാരണം ഔദ്യോഗികമായ പ്രചാരണ രംഗത്തേക്ക് ഇനി ഓരോ സ്ഥാനാർത്ഥികളായി ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ മറുപടി പറയേണ്ടി വരില്ലേ? തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാരാണ് എല്ലാതും ചെയ്യുന്നത്, ഇന്ന് വലിയ പദ്ധതി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പദ്ധതിയുടെ പ്രഖ്യാപനവും ഇന്ന് നടന്നില്ല. മറിച്ച് ഇന്ന് ഹൈക്കോടതി എയിംസിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയ ഒരു ദിവസം കൂടിയാണ്. ആ അർത്ഥത്തിൽ എയിംസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം ഇന്ന് നരേന്ദ്രമോദിയോ മറ്റോ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ അർത്ഥത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉയർത്തിപ്പിടിക്കാൻ നിലവിൽ BJPക്കും NDAക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവർക്ക് എടുത്തു പറയാവുന്ന ഒരേ ഒരു കാര്യം, NDA മുന്നണിയിലേക്ക് 2020 സാബു M ജേക്കബും വന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഈ പരിപാടികൾക്കൊന്നും തന്നെ ഒരു രാഷ്ട്രീയമായ ഹൈലൈറ്റും ഉണ്ടായിരുന്നില്ല. ആ അർത്ഥത്തിൽ വളരെ ദുർബലമായ ഒരു പ്രചാരണ ഉദ്ഘാടനമാണ് ഇന്ന് എറണാകുളത്ത് നടന്നത്.